നമുക്ക് കപ്പയും ചിക്കനും ഉണ്ടാക്കിയാലോ. കപ്പയും ബീഫും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. കപ്പയും ചിക്കനും സൂപ്പർ കിടു റെസിപ്പിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. വീഡിയോയിലേക്ക് നമുക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ജുവൽ ബേബീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. വീഡിയോയിലേക്ക് പോയിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. കപ്പയും ചിക്കനും ഉണ്ടാക്കിയാലോ. കപ്പയും ചിക്കനും നല്ല രുചിയാണ്. നമ്മൾ കപ്പയും ബീഫും വെക്കുന്നതിനേക്കാൾ രുചിയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും കപ്പയും ചിക്കനും നമുക്കൊന്ന് ഉണ്ടാക്കാം. കപ്പയും ചിക്കനും ഉണ്ടാക്കാനായിട്ട് കപ്പ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോയാണ്. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അത് ചെറിയ ചെറിയ പീസുകളായിട്ട് വേണേ. ഒത്തിരി വലിയ പീസാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചിക്കനും അതിൻ്റെ ആ ഗ്രേവി എല്ലാം പിടിച്ച് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, വലിയ കഷ്ണമാണെങ്കിൽ. അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാം. എന്നിട്ടത് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി കൊത്തി അരിഞ്ഞ കപ്പ നമുക്ക് കുക്കറിലിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. അതിനൊപ്പം തന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഏകദേശം 2 വിസിലടിച്ചാൽ മതിയാവും വെന്ത് കിട്ടാനായിട്ട്. വേഗിൽ കൂടുതലുള്ള കപ്പ ഏകദേശം ഒരു 3-4 വിസിലടിക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും. 2 വിസിലാണ് പാകം. അപ്പോൾ അതാ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പാകം. അപ്പം കപ്പ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം വാർന്ന് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനു മുമ്പ് നമുക്ക് ചിക്കനിലേക്ക് ഇടാനുള്ള പൊടികൾ റെഡിയാക്കാം. അപ്പോൾ ഒരു പാൻ സ്റ്റവിൽ വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് വയ്ക്കാം. അപ്പോൾ മല്ലിപ്പൊടി ഇവിടെ 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇത്രയാണ് പൊടികൾ ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പാകം. അപ്പോൾ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഫ്ലെയിം കൂടുതലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികൾ ആ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചിക്കനിലേക്ക്, വെള്ളം വാർന്നിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനൊപ്പം തന്നെ നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ചിക്കനിൽ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് എല്ലാം ചിക്കനിലേക്ക് പിടിക്കാനായിട്ട്. ഇനി സമയമില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 മണിക്കൂർ ഇത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ഇരുന്ന ചിക്കനാണിത്. ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ സ്റ്റവിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കിയ ശേഷം അത് മൂടി വയ്ക്കാം. ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഒക്കെ വെച്ച് കൊടുത്ത് അത് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് ആ ഒരു വെന്ത് കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് സവോളയും പിന്നെ അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം. 1 സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സവാള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിനൊപ്പം തന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും. ഇത് പച്ചയ്ക്കാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് വഴറ്റേണ്ട ആവശ്യമില്ല. പച്ചയ്ക്ക് അതിനകത്ത് കിടക്കുമ്പോഴാണ് ഒരു പ്രത്യേക, പച്ചയ്ക്ക് മീൻസ് ഒന്ന് അതിനകത്ത് കിടന്നൊന്ന് വാടിക്കിട്ടണം. അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നമുക്കിത് ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കപ്പയും ചിക്കനും ഉണ്ടാക്കാനായിട്ട് ചിക്കൻ റെഡിയായി കഴിഞ്ഞു, കപ്പയും റെഡിയായി കഴിഞ്ഞു. അതിന് മുകളിൽ ചേർക്കാനായിട്ടുള്ള സവോളയും പച്ചമുളകും കറിവേപ്പിലയും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പയും ചിക്കനും കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഒരു ഉരുളി എടുക്കാം കേട്ടോ. ഒരു ചെറിയ ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ചുവട് കട്ടിയുള്ള വേറെ ഏതെങ്കിലും പാത്രങ്ങളോ പാനോ എടുത്താൽ മതി. ഇനി ഇത് സ്റ്റവിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടുതലാണ് കേട്ടോ നല്ലത്. കാരണം ഇത് ഒരു ഇച്ചിരി ഗ്രേവി ആയിട്ട് ഇരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കുകയാണ് നല്ലത്. ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് കൂടി ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പൊടികൾ നമ്മൾ കപ്പയിൽ പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കപ്പയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ പൊടികൾ ചേർക്കുന്നത് കേട്ടോ. മല്ലിപ്പൊടി നമുക്കൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ.
മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മതി. മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി മതി, കാരണം മറ്റേതിലൊക്കെ മുളകുണ്ട്, പിന്നെ ചിക്കൻ മസാലയിലും മുളക് വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാൻ നമുക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പൊടികൾ. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല, ലോ ഫ്ലെയിമിലായിരിക്കണം ഈ പൊടികൾ എപ്പോഴും വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് വറുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു സ്മെല്ല്, പച്ചമണം മാറണം, ആ ഒരു വറുത്ത സ്മെല്ലിലേക്ക് വരണം. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ പൊടികളെല്ലാം നല്ല മിക്സായി നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. കപ്പ മിക്സായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. അതല്ല കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും സവോളയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ റെഡിയായി കഴിഞ്ഞു നമ്മുടെ കപ്പയും ചിക്കനും. കിടിലനാണ്. നമ്മുടെ കപ്പയും ബീഫും പോലെ തന്നെ കപ്പയും ചിക്കനും സൂപ്പറാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കപ്പയും ചിക്കനും കിട്ടു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ ജ്വൽ ബേബീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട റെസിപ്പീസ്, ക്രാഫ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജ്വൽ ബേബീസ് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. എല്ലാ ദിവസവും നമ്മൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണാം പുതിയ വീഡിയോയുമായിട്ട്. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി signing off. Bye.